السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ മാസത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഖുർആനെ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തിനെ പറ്റി പരിചയപ്പെടുത്തുന്നത് സയ്യിദു ശുഹൂരി ഷഹ്ർ റമദാൻ, മാസങ്ങളുടെ നേതാവ് റമദാനാണ് എന്നുമാണ്. അപ്പോൾ നമുക്ക് ഖുർആനിലേക്ക് തന്നെ മടങ്ങാം. ഈ മാസത്തിൻ്റെ പ്രത്യേകത ഉണ്ടാകുന്നത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് എന്ന് ഖുർആൻ തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് മറ്റുള്ള ഒരു വേദഗ്രന്ഥത്തെ പോലെയുള്ളതല്ല. മറ്റുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഇതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരൊറ്റ പലകയിലായി ഒരൊറ്റ പുസ്തകമായി കൊടുത്തതാണെങ്കിൽ ഖുർആൻ അങ്ങനെ ഒരൊറ്റ പുസ്തകമായിട്ട് കൊടുത്തതല്ല, മറിച്ച് 23 വർഷക്കാലങ്ങളെ കൊണ്ട് കൊടുത്തു തീർത്തതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം, വളരെയധികം വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഈ ഖുർആൻ 23 വർഷക്കാലം എടുത്തത്. അതുകൊണ്ട് തന്നെ ഖുർആൻ തന്നെ പറഞ്ഞു, ഖുർആൻ സാധാരണ പുസ്തകമല്ല. അറബി അറിയുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, ലുതബയ്യിനുന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ തങ്ങൾ വിവരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളുടെ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഖുർആൻ്റെ അർത്ഥം യഥാർത്ഥ അർത്ഥമായി വരികയുള്ളൂ. അത്രയും വലിയ സാഹിത്യമുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. സാഹിത്യപരമായിട്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്നു. ശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെയും വളരെയധികം പുരോഗതിയിലാണ്. എല്ലാ ശാസ്ത്രത്തിനെയും പരാജയപ്പെടുത്തുന്ന രൂപത്തിലുള്ളതായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഉദാഹരണമായി എൻ്റെ ചെറിയൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ സ്കൂളിലൊക്കെ പോയിരുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ അന്നത്തെ പുസ്തകത്തിൽ ഞങ്ങൾ പഠിച്ചത് സൂര്യനും ചന്ദ്രനും അവിടെ നിൽക്കുകയാണ്, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിന് മേൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ചലനമില്ല, മറിച്ച് ഭൂമിക്കാണ് ചലനം എന്നായിരുന്നു. അതിന് ഉദാഹരണം പറഞ്ഞിരുന്നത്, ട്രെയിനിൽ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് നോക്കിയാൽ പുറത്തുള്ളതായിരിക്കുന്ന വീടുകളും മറ്റും മറിച്ചൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ കഴിയും. സത്യത്തിൽ വീട് പോകുന്നില്ല, സഞ്ചരിക്കുന്നില്ല എന്നുള്ള ഉറപ്പാണല്ലോ. അതുപോലെയാണ് സൂര്യനും ചന്ദ്രനും നമുക്ക് തോന്നുകയാണ്, ഭൂമിയുടെ ചലനം കൊണ്ട് അങ്ങനെ തോന്നുകയാണെന്നാണ് അവതരിപ്പിച്ചതെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ അദക്കൽ ഉർദൂനുൽ ഖദീം. സൂര്യനും ചന്ദ്രനും എന്ന് മാത്രമല്ല, കുല്ലും ഫീ വറക്കി യസ്ബഹ്, എല്ലാ ഗോളങ്ങളും സഞ്ചരിക്കുകയാണെന്ന് ഖുർആൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ ശാസ്ത്രം ഇടക്കാലത്ത് പുരോഗമിച്ചു സഞ്ചരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഖുർആനിലേക്ക് ശാസ്ത്രം മടങ്ങി വന്നിരിക്കുകയാണ്. എല്ലാ ഗോളങ്ങളും സഞ്ചരിക്കുന്നു എന്ന് ശാസ്ത്രം സമ്മതിച്ചു. അപ്പം ഇങ്ങനെ നമ്മുടെ മനസ്സിന്, നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് എത്രമാത്രം പുരോഗമിച്ചു വന്നാലും ശരി, അവസാനമായി യഥാർത്ഥമാകുന്ന ലൈനിലേക്ക് ചെല്ലുമ്പോൾ ഖുർആൻ പറഞ്ഞതിലേക്ക് മടങ്ങേണ്ടതായിട്ട് വരും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ട് മാസങ്ങളുടെ നേതാവായി ഈ റമദാൻ മാസത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മാസങ്ങളുടെ നേതാവാകുന്ന റമദാൻ മാസത്തിന് നമുക്ക് മാത്രമാണ് തന്നത്. മുൻഗാമികൾക്ക് നോമ്പൊക്കെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ തന്നെ ഈ ശൈലിയിലുള്ള നോമ്പല്ല അത്. പേരിൽ മാത്രമുള്ള നോമ്പായിരുന്നു. ഇന്നത്തെ ശൈലിയെ പോലെ ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, സംയോഗം ചെയ്യാതിരിക്കുക, ഇങ്ങനെയല്ല. ചില കാര്യങ്ങളിലൊക്കെ ഒരു നിബന്ധന വെച്ചുകൊണ്ടൊരു നോമ്പായിരുന്നു.
ഏതെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ പറയുന്ന റമദാൻ എന്ന് പറയുന്ന മാസം കൊണ്ട് നമ്മളെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് വെച്ചതാണ് ഈ മാസം. നമ്മൾ ഉയർച്ച എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടെ അമലിൻ്റെ അകത്ത് ഒരുപാട് ഇരട്ടി തരാനുള്ള ഒരു സമയമായി ഇതിനെ തിരഞ്ഞെടുത്തു. കാരണം അള്ളാഹുവിൻ്റെ കലാമിനെ അവതരിപ്പിച്ച മാസമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലുള്ള ഒരു ദിവസമാണെന്ന് ഖുർആൻ തന്നെ വിവരിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയും, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, നിർണായക രാത്രിയിലാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ആ രാത്രിയെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അൽഫ് ഷഹർ, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തിനേക്കാളും ഉത്തമമാണ്. 1000 മാസം എന്നല്ല പറഞ്ഞത്, അതിനേക്കാളും ഉത്തമമാണെന്ന് പറഞ്ഞാൽ അത് 10,000 മാസം, ലക്ഷക്കണക്കിലുള്ള മാസത്തിനേക്കാളും ഗുണം, പിന്നെ ഖൈറ്, ഹസനാത്തിന് ഡബിൾ കിട്ടുമെന്നുള്ളതിന് തെളിവാണ് 1000 മാസം എന്ന് പറയാതെ 1000 മാസത്തിനേക്കാളും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയത്. അത്രയും മഹത്തായ മാസം നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ആ മാസത്തിനെ ആദരിച്ച് ബഹുമാനിച്ച് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് അതിൻ്റെ പകൽ സമയത്ത് വ്രതമനുഷ്ഠിക്കലാണ്. കാരണം വ്രതമനുഷ്ഠിക്കുമ്പോൾ ഇത് നമുക്ക് മറ്റുള്ളതുപോലല്ല. അള്ളാഹുവിൻ്റെ ഔസാഫുകൾ പരിശോധിച്ചാൽ അള്ളാഹുക്ക് ഭക്ഷണം കഴിക്കലില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളം കുടിക്കലില്ല, അള്ളാഹു തആലക്ക് സംയോഗം ചെയ്യലില്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും അള്ളാഹു തആലക്ക് യാതൊരു ക്ഷീണമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ലാ തഅഖുദു സിനത്തും വലാ നൗമുൻ, അള്ളാഹുക്ക് ഉറക്കമോ ഇല്ല, എന്ത് പ്രവർത്തനം ചെയ്യുന്നില്ല. നമ്മളെ സംബന്ധിച്ചാണ് ക്ഷീണം വന്നാൽ നമുക്ക് അപ്പം എന്തായ ശരീരം തളർന്നു പോകും. അതുകൊണ്ട് തന്നെ സൃഷ്ടാവിൻ്റെ ആ ഒരു വസ്ഫ്, ഒരു വിശേഷണം, സൃഷ്ടികളാവുന്ന നമ്മൾ അതിൻ്റെ കാര്യം ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് പകൽ സമയത്ത്. രാത്രി സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്താണ്? ഒരു പ്രത്യേക നിസ്കാരം, തറാവീഹ് നിസ്കാരം എന്നാണ് അതിന് പേര്. അപ്പോൾ നമ്മൾ ആ നിസ്കാരത്തിനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ തറാവീഹ് എന്ന് പറയുന്നത് ഒരു ബഹുവചനമാണ്. തറാവീഹിൻ്റെ ഏകവചനം തെർവീഹാണ്. ബഹുമാനപ്പെട്ട സഹാബത്തിൻ്റെ വാക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, സഹാബത്ത് ഞങ്ങൾ തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ 5 തെർവീഹുകൾ നടത്താറുണ്ട്. 5 തെർവീഹുകൾ നടത്താറുണ്ട്. ഒരു തെർവീഹ് എന്ന് അവർ പറഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷമുള്ള വിശ്രമത്തിനാണ് ഒരു തെർവീഹ് എന്ന് പറയുക. അപ്പം ഇങ്ങനെ 4 20, അങ്ങനെ തറാവീഹ് എന്ന് പറയുന്നപ്പോൾ 5 തെർവീഹുകൾ ഞങ്ങൾ നടത്താറുണ്ട് എന്ന് പറഞ്ഞാൽ തറാവീഹിൻ്റെ നിസ്കാരത്തിൻ്റെ എണ്ണം 20 എണ്ണം തന്നെ കിട്ടും. അപ്പോൾ ളുഹൂർ എന്ന് പറഞ്ഞാൽ ലഹറ, ആദ്യമായി വെളിവായ നിസ്കാരം, സൂര്യൻ തന്നെ വെളിവായി അല്ലെങ്കിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട നിസ്കാരം തുടങ്ങിയതെന്ന് അർത്ഥം വെക്കും. ഇങ്ങനെ ഏത് നോക്കിയാലും അപ്പോൾ തറാവീഹ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ, ആ പദത്തിൽ നിന്ന് തന്നെ തറാവീഹ് 20 റക്അത്താണെന്ന് വന്നു കഴിഞ്ഞു. പിന്നെ മറ്റുള്ളവരിലേക്ക് കിടക്കുന്ന വേറെ കാര്യം പിന്നെ ആദ്യത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ അത് 8 പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 നിസ്കരിച്ച് ബാക്കി പരിപോയി നിസ്കരിച്ചു. ഇങ്ങനെല്ലാം കൂടി പലതുമായിട്ട് അങ്ങ് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്ന സഹാബത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉബയ്യ് ഇബ്നു കഅബിന്റെ നേതൃത്വത്തിൽ ഒറ്റ ജമാഅത്തായി നടത്തപ്പെട്ട നിസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐക്യകണ്ഠേന പറയുന്നൊരു കാര്യമാണ്, അത് 20 റക്അത്താണെന്നുള്ളത്. അപ്പോൾ 20 റക്അത്തോട് കൂടിയുള്ള ഈ തറാവീഹ് നിസ്കാരത്തിന് യഥാർത്ഥത്തിൽ ഈ റമളാൻ മാസത്തിലുള്ള തറാവീഹ് എന്ന് പറയാൻ ഒക്കുകയുള്ളൂ. അതിൻ്റേതാവുന്ന ലഫ്ളിൻ്റെ അർത്ഥത്തിൽ കൂടെ നോക്കിയിരുന്നാലും അതുപോലെ സഹാബത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയും അങ്ങനെയാണ് സ്ഥിരപ്പെടുന്നത്. അതുകൊണ്ട് തറാവീഹ് നിസ്കരിച്ചുകൊണ്ട്, രാത്രി തറാവീഹ് നിസ്കരിച്ചുകൊണ്ടും പകൽ വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിട്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഈ സയ്യിദ് ഷൂറായി, മാസങ്ങളുടെ നേതാവായി ഈ റമദാൻ മാസം വന്നിരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ പാഴാക്കാതെ റമദാൻ്റെ ഹുർമത്ത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എല്ലാവരെയും ഉപദേശിച്ചുകൊണ്ടും പിന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും എൻ്റെ ചുരുക്കവാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജിഅൽ ഹാദാ അശ്ശഹ്റ ശരീഫൽ അദീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജിഅൽ ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുമ്മ ജിഅൽ ശഫീഅൻ ലനാ യൗമൽ ഖിയാമ. അല്ലാഹുമ്മ ജിഅൽ ജമ്മനാ ഹാദാ ദം മർഹൂമ വതഫറഖനാ മിൻ ബഅദി തഫറഖൻ മഅസൂമ. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.